ശബരിമല തീർത്ഥാടനത്തിന് ഇനി ഡിജിറ്റൽ മുഖം. വഴിപാടുകളും റൂം ബുക്കിംഗും പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. മുറികൾക്കുള്ള ഡെപ്പോസിറ്റ് സമ്പ്രദായം ഒഴിവാക്കിയതിനോടൊപ്പം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ AI ക്യാമറകളും പമ്പയിൽ പുതിയ കൺട്രോൾ റൂമുകളും സജ്ജമാക്കും. ശബരിമലയിലെ ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. തീർത്ഥാടകർക്കായി അനുവദിച്ചിട്ടുള്ള 608 മുറികളിൽ 550 മുറികളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും. മുറികൾക്കായി മുമ്പ് വാങ്ങിയിരുന്ന ഡെപ്പോസിറ്റ് സമ്പ്രദായം ഒഴിവാക്കി പകരം 50 രൂപ മാത്രം സർവീസ് ചാർജായി ഈടാക്കാനും തീരുമാനിച്ചു. വഴിപാട് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കും. തീർത്ഥാടനത്തിനിടെ മരിച്ച ഭക്തരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും യോഗത്തിൽ തീരുമാനമായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഈ മരിച്ചു പോകുന്ന തീർത്ഥാടനം. അത് പല കാരണങ്ങളാൽ നടന്നില്ല. പക്ഷേ ഒരു റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ വിർച്വൽ ക്യൂ ടിക്കറ്റിൻ്റെ കൂടെ 5 രൂപ വാങ്ങിച്ചിട്ട് കുറച്ച് പണം ഇവിടെ ഉണ്ട്, ആ പൈസയിൽ നിന്ന് കൊടുക്കാമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അതെന്തൊക്കെയോ നിയമപരമായിട്ടൊക്കെ പരിശോധിച്ചാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാൽ ഇന്ന് ബോർഡ് വളരെ ധീരമായിട്ട് തീരുമാനിച്ചു ആ ഫണ്ടിൽ നിന്ന് ഈ മരിച്ചവരുടെ അപേക്ഷകൾ പരിഗണിച്ചിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ട് കൊടുക്കണം. സുരക്ഷയുടെ ഭാഗമായി പമ്പയിൽ പുതിയ കൺട്രോൾ റൂം സജ്ജീകരിക്കും. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ 450 AI ക്യാമറകൾ സ്ഥാപിക്കും. സന്നിധാനത്ത് തീർത്ഥക്കുളം സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ ധാരണയായി. അതേസമയം ശബരിമല ചീഫ് കോർഡിനേറ്റർ ഓഫീസറായി P. വിജയനെ നിയമിച്ചുകൊണ്ട് തീരുമാനമായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.